hello guys, എല്ലാ കൂട്ടർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലൂ സി സി ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സി സി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സി സി ആണ്. പിന്നെ ഈ ഒരു സി സി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ HD വീഡിയോസ് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു സി സി അപ്ലൈ ചെയ്യാം. പിന്നെ ഈ ഒരു സി സിയിൽ നമ്മൾ ബ്ലറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് മോഷനിൽ പൊതുവേ ബ്ലറസൊക്കെ നല്ല ലാഗാണ്. സോ നിങ്ങൾ ഈ ഒരു സി സി അപ്ലൈ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. സോ ഞാനിവിടെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാണ്, 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്യാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പാർട്ടിലോട്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒതേഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒതേഴ്സ് സെലക്ട് ചെയ്യുക, ചാനൽ റീമാപ്പ് എന്ന് പറയണ ഈ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ ഗ്രാഫ് എന്ന് പറയുന്നത് RYGA ആണ് ഇതിലെ ഗ്രാഫ്. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഗ്രീൻ കളേഴ്സൊക്കെ പോയിട്ട് ആ ഒരു ഗ്രീൻ കളേഴ്സിൻ്റെ പോയിട്ട് അതിൻ്റെ പകരമായിട്ട് ബ്ലൂ കളേഴ്സ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സാച്ചുറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ. സോ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സാച്ചുറേഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഒരു 85 ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ബാക്ക് വരിക, അതിനുശേഷം ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റ് പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ എഫക്റ്റ് ഇതിൽ. അതിനുശേഷം ഈ ഒരു ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 25 26 കൊടുക്കുക. ഓക്കെ, സോ ഏകദേശം നമ്മുടെ വീഡിയോ കാണാൻ കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, വേണ്ട എല്ലാ പാർട്ടിലോട്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒതേഴ്സ് സെലക്ട് ചെയ്യുക, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, ഡിറക്ഷണൽ ആൻഡ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലർ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലർ ആഡ് ചെയ്താൽ പൊതുവേ നമ്മൾ ബ്ലർ ആഡ് ചെയ്താൽ ലൈറ്റ് മോഷൻ ഭയങ്കര ലാഗാണ്. ഈ ഒരു ബ്ലർ നല്ല ലാഗ് വരുന്ന ഒരു ബ്ലറാണ് ഈ ഒരു ബ്ലർ. സോ നിങ്ങൾ 2 GB RAM യൂസേഴ്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ എല്ലാ വീഡിയോ എഡിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ട് വേറൊരു പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു CC അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലാഗ് നിങ്ങൾക്ക് കുറക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഡയറക്ഷണൽ ബ്ലർ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1.00 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനി നിങ്ങൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് എവിടെ ഉണ്ടാവുക, മാറ്റിയ മാസ്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, വിഗ്നിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വിഗ്നിറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം സൈസ് 100% ആക്കി കൊടുക്കുക. അയ്യോ, ഭയങ്കര ലാഗാണിപ്പോൾ. ഞാൻ ആ ഒരു ബ്ലർ ഒന്ന് ഓഫാക്കി ഇടുന്നുണ്ടേ. ഓക്കെ, ഇനി റൗണ്ട്നെസ് നമ്മൾ 0% ആക്കി കൊടുക്കുക. അതിനുശേഷം ഫെദേഴ്സ് ജസ്റ്റ് ഒരു 700 800 ആക്കി കൊടുക്കുക. നമുക്കൊരു 750 കൊടുക്കുക. 0.750 കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫെദർ. ഇനി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത്ര കൊടുക്കുക, 1.000. ടിൻറ്റും ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ 100% ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓഫ്സെറ്റ് നമ്മൾ X ആക്സിസ് 500 ആക്കി കൊടുക്കുക, ഏകദേശം നമ്മുടെ സെൻറ്ററിലോട്ട്.
ആയിട്ടുണ്ട്. ഈ ഒരു CC നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു CC ആണ് ഈ ഒരു നമ്മുടെ ഗ്രീൻ കളേഴ്സൊക്കെ പോയിട്ട് അവിടെ ബ്ലൂ റെഡ് ആക്കി കൊടുക്കുന്നത്. സോ നമ്മൾ റെഡ് കളർ CC ഒക്കെ ഇനി വരുന്നുണ്ടാവും. സോ ഈ ഒരു ബ്ലൂ കളർ CC ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ അലൈറ്റ് മോഷനിൽ ഈ ഒരു ബ്ലർ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗായിരിക്കും. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കണക്കിലെടുത്തതിന് ശേഷം ഈ ഒരു CC അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ HD വീഡിയോസ് മാത്രം ഈ ഒരു CC അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു CC അപ്ലൈ ചെയ്യുമ്പോൾ HD വീഡിയോസ് മാത്രം എടുക്കുക. എന്നാലാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു CC അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതാണ് ഈ ഒരു CC. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.